ഭൂമി പിളർന്നൊഴുകുന്ന ഒരു ചെറിയ അരുവി, അതിൻ്റെ ഉത്ഭവം കാണാനായി ഭൂമിക്കടിയിലൂടെയുള്ള ഒരു സാഹസിക യാത്ര. ചെന്നെത്തുന്നത് പ്രകൃതിയുടെ ഒരു മായാലോകത്തേക്ക്. വെൽക്കം ടു മൈ ചാനൽ, ഫോളോ മീ യൂറോപ്പ. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ലിച്ചൻസ്റ്റൈൻക്ലാം, ഓസ്ട്രിയയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണിത്. നമ്മൾ ചിലപ്പോഴൊക്കെ ചില അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി കുറേ റിസ്ക് എല്ലാം എടുത്ത് കാടും മലയും കടന്നൊക്കെ പോകാറില്ലേ? ഇവിടെ പക്ഷെ പോകുന്നത് ഭൂമി തുറന്നാണ്. ഭൂമിക്കടിയിലൂടെ ഒരു യാത്ര, അതിനപ്പുറം ഒരു മായാ കാഴ്ചയും. ദിനംപ്രതി നിരവധി ടൂറിസ്റ്റുകളാണ് പ്രകൃതിയുടെ വിസ്മയം കാണാൻ ഇവിടെ എത്തുന്നത്. ലിച്ചൻസ്റ്റൈനിലെ യോഹാൻ രണ്ടാമനാണ് 1875 കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. കുറേ ദൂരം നടന്നു വേണം മലയുടെ മുകളിലുള്ള ഈ ഏരിയയിലേക്ക് എത്താൻ. ഇവിടെ നിന്ന് ഡ്രില്ലിംഗ് ബിറ്റ് പോലെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ഈ സ്റ്റെയറിലൂടെ രണ്ട് മലയുടെ ഇടയിലേക്ക് ഇറങ്ങണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ശരിക്കും ഭൂമി പിളർന്ന് ഒഴുകുന്ന പോലെ ഒരു അരുവിയാണ് ഇതിനിടയിലൂടെ ഒഴുകുന്നത്. അങ്ങനെ നമ്മൾ അവസാനം സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയിരിക്കുകയാണ്. താഴെ അരുവി ഒഴുകുന്നത് കാണാം. ചുറ്റും നോക്കിയാൽ രണ്ട് വലിയ മല നമ്മളെ വിഴുങ്ങിയിരിക്കുന്നത് പോലെ തോന്നും. ഇവിടെ നിന്ന് അങ്ങോട്ട് കിലോമീറ്ററുകളോളം അരുവിയോട് ചേർന്ന് പാറ വെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഒരു നേർത്ത നടപ്പാതയാണ്. ഇവിടെ ഇറങ്ങി എത്തുമ്പോൾ തന്നെ നമുക്കൊരു പുതിയ അനുഭൂതിയാണ്, ഒരു തണുപ്പും ഒരു പ്രത്യേക ഫീല്.
താഴെയാണെങ്കിൽ നല്ല തെളിനീര് പോലെയാണ് അരുവിയിലെ വെള്ളം. അങ്ങനെ ഭൂമിക്കടിയിൽ നമ്മുടെ ഫസ്റ്റ് കയറ്റം എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് ഒരു ക്രോസിംഗ് ബ്രിഡ്ജിലേക്കാണ്. ഈ ക്രോസിംഗ് ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വലിയ രണ്ട് പാറ പിളർന്നു നിൽക്കുന്ന പോലെ. ഇതിനിടയിലൂടെയാണ് ഈ മനോഹരമായ അരുവി ഒഴുകുന്നത്. യാത്രയുടെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലുള്ള ടണലുകളും നമ്മെ വരവേൽക്കുന്നുണ്ട്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി അത്രയും ഹൈറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഭൂമിക്കടിയിലൂടെ തുരന്നു കയറിയാണ് നമ്മൾ ഇതിൻ്റെ അങ്ങേ അപ്പുറത്തെത്തുന്നത്. അവസാനം നമ്മൾ ഈ ഗുഹയിലൂടെ നടന്ന് പുറത്തേക്ക് എത്തുമ്പോൾ അങ്ങേ അറ്റത്ത് നമുക്ക് കാണാം നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഒരു വെള്ളച്ചാട്ടം.
അങ്ങനെ ഗൈസ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ ഒരു ഫീലിങ്സ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ. നമ്മൾ ഈ അവതാർ പോലെയുള്ള സിനിമകളിലൊക്കെ കാണില്ലേ, അതിൻ്റെ ഒരു ചെറിയ വെർഷൻ നമ്മുടെ മനസ്സിനെയും കണ്ണുകളെയും കുളിർമയണിയിപ്പിക്കുന്ന രീതിയിൽ. ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്ന് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ വിസ്മയ കാഴ്ച കണ്ട് ആസ്വദിച്ചു. കുറേ ഫോട്ടോകൾ എടുത്തു. ഇനി തിരിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. യൂറോപ്പിൻ്റെ ഒരു പുതിയ വിശേഷവുമായി കാണുന്നവരെ ബൈ ബൈ.